ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി 96 ഏക്കറിൽ ഇത്തവണ കൃഷി ഇറക്കിയിരുന്നു. നെല്ല് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഭരിച്ച് ഇരവിപേരൂർ റൈസ് എന്ന പേരിലാണ് വിപണിയിലെത്തിക്കുവാൻ ഒരുങ്ങുന്നത്. കുടുംബശ്രീ അംഗങ്ങളെ ഗ്രൂപ്പുകളായി തിരിച്ച് പദ്ധതിക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകി. പൂർണ്ണമായും ജൈവ കൃഷിയിലൂടെ വിളവെടുത്ത നെല്ല് 2, 5, 10 കിലോഗ്രാം അളവിൽ തുണിസഞ്ചിയിലാക്കിയാണ് വിൽപ്പന. ഇരവിപേരൂർ റൈസ് പദ്ധതിയെക്കുറിച്ച് CDS ചെയർപേഴ്സൺ PK രമണി. വിഷമില്ലാത്തൊരു തലമുറ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒന്നടങ്കം കുടുംബശ്രീയും പഞ്ചായത്തും ചേർന്ന് നിന്നുകൊണ്ട് അതിന് പല പദ്ധതികൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തേതാണിത് ഇരവിപേരൂർ റൈസ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില, വിഷരഹിത കൃഷി, വനിതാ തൊഴിൽ സംരംഭകർക്ക് പ്രോത്സാഹനം എന്നീ നിലകളിലാണ് പഞ്ചായത്ത് ഇരവിപേരൂർ റൈസ് പദ്ധതി ആവിഷ്കരിച്ചതെന്ന് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N. രാജീവ് പറഞ്ഞു. അരി വരെ എത്തുന്ന പ്രോസസ്സ്, നെല്ലായി കഴിഞ്ഞാൽ അരി വരെ എത്തുന്ന പ്രോസസ്സ് കുടുംബശ്രീ നെല്ല് കണ്ടത്തിൽ നിന്ന് തന്നെ സംഭരിച്ച് അവരത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ മറ്റൊരു മില്ലിനെ ആശ്രയിച്ചാണ് ചെയ്യുന്നത്. അവിടെ കൊണ്ടെത്തിച്ച് പുഴുങ്ങി കുത്തി തിരിച്ചെത്തിച്ചാൽ അതിൻ്റെ തുണിസഞ്ചിക്കകത്താക്കി വിപണനം ചെയ്യുന്ന നടപടിയാണിപ്പോൾ സ്വദേശാഭിമാനി സംരംഭകർ എന്ന പേരിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് ചെയ്തു വരുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി തരിശു നിലങ്ങൾ ഏറ്റെടുത്ത് ഇരവിപേരൂർ പഞ്ചായത്ത് കൃഷി തുടങ്ങിയത്. മെയ് 1-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഇരവിപേരൂർ റൈസിൻ്റെ ആദ്യ വിൽപ്പന നടത്തും. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.